ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം പോഡ്കാസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാവുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നമാണോ? എങ്കിൽ ഇന്ന് നമ്മൾ ആ സ്വപ്നത്തിലേക്ക് വലിയൊരു ചുവടുവെപ്പ് നടത്താൻ പോവാണ്. അതെ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. പലരും പറയാറുണ്ട്, സർ എനിക്ക് ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവും, പക്ഷെ തിരിച്ചു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന്. ആ പ്രശ്നം മാറ്റാൻ നിത്യജീവിതത്തിലെ 10 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. എനിക്കും ആ പ്രശ്നമുണ്ട് സർ. പെട്ടെന്ന് ആരെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചാല് ഞാൻ സ്റ്റക്കായിപ്പോവും. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടോ? തീർച്ചയായും കിട്ടും. നമ്മളിവിടെ ഓരോ വാചകവും പലതവണ പറഞ്ഞു പഠിക്കുന്നുണ്ട്, തെറ്റുകൾ തിരുത്തുന്നുണ്ട്. കൂടെയുള്ള പ്രേക്ഷകരും നമ്മളോടൊപ്പം പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എല്ലാരും റെഡിയാണല്ലോ അല്ലേ? ലെറ്റ്സ് ഗോ. സർ, നമുക്ക് രാവിലെ എഴുന്നേക്കുന്നത് മുതൽ തുടങ്ങാം. ഞാൻ ഇപ്പോഴും പറയാറുള്ളത് ഐ എം വേക്കിംഗ് അപ്പ് അറ്റ് 6 o'clock എന്നാണ്. ഇത് ശരിയല്ലേ? അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ing ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഗ്രാമറിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയും. അതായത് ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആഹാ, അപ്പൊ ing വേണ്ട, ഐ വേക്കപ്പ് എന്ന് മതി അല്ലേ? അതെ, ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഐ വേക്കപ്പ് അറ്റ് 6 AM. വെരി ഗുഡ്. ഇനി പല്ല് തേക്കുന്ന കാര്യം പറയാം. ഐ ആം ബ്രഷിംഗ് മൈ ടീത്ത് എന്ന് പറയരുത്. പകരം എന്തു പറയും? ആ നിയമം വെച്ച് നോക്കുമ്പോൾ ഐ ബ്രഷ് മൈ ടീത്ത്. ശരിയല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി കുളിക്കുന്ന കാര്യം പറയാം. ഐ ടേക്ക് എ ബാത്ത് എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടി നാച്ചുറലായിട്ട് ഐ ടേക്ക് എ ഷവർ എന്ന് പറയാം. ഐ ടേക്ക് എ ഷവർ. കറക്റ്റ്. ഇനി കുളി കഴിഞ്ഞാൽ വസ്ത്രം മാറണം. ഐ വെയർ ഡ്രസ് എന്ന് പലരും പറയും. തെറ്റല്ല. പക്ഷെ ഐ ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ ഒരുങ്ങുന്നു എന്നൊരർത്ഥം അതിനുണ്ട്. ഓ, അത് കൊള്ളാലോ. ഐ ഗെറ്റ് ഡ്രസ്ഡ്. ഐ ഗെറ്റ് ഡ്രസ്ഡ്. ഇനി ജോലിക്ക് പോകുന്ന കാര്യം. ഐ എം ഗോയിങ് ടു ഓഫീസ് എന്ന് പറയരുത്. സ്ഥിരം പോകുന്നതല്ലേ. അപ്പോ ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു വർക്ക്. ഐ ഗോ ടു വർക്ക്. ഓക്കെ, അപ്പൊ തിരിച്ചു വരുന്നതോ? ഐ കം ബാക്ക് എന്ന് പറയാമോ? പറയാം. പക്ഷെ ഐ ഗെറ്റ് ബാക്ക് ഹോം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആവും. ഞാൻ തിരിച്ചെത്തുന്നു എന്നർത്ഥം. ഐ ഗെറ്റ് ബാക്ക് ഹോം. സർ, എനിക്ക് എപ്പോഴും തെറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മലയാളികൾ എപ്പോഴും എന്റെ കസിൻ ബ്രദർ വന്നു എന്ന് പറയാറുണ്ടല്ലോ. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തെറ്റാണെന്ന് കേട്ടു. ശരിയാണോ? അതെ, അതൊരു വലിയ തെറ്റാണ്. ഇംഗ്ലീഷിൽ കസിൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ആണും പെണ്ണും ഉൾപ്പെടും. നമ്മൾ മലയാളത്തിൽ അമ്മാവന്റെ മകൻ എന്നൊക്കെ കൃത്യമായി പറയുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിലും ബ്രദർ സിസ്റ്റർ ചേർക്കാൻ തോന്നുന്നത്. പക്ഷെ അത് വേണ്ട. ഹീസ് മൈ കസിൻ എന്ന് മാത്രം മതി. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഹീ അല്ലെങ്കിൽ ഷീ എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അല്ലേ? അപ്പൊ ബ്രദർ സിസ്റ്റർ ഒന്നും യൂസ് ചെയ്യണ്ട. ഹീ ഈസ് മൈ കസിൻ, ഹീ ഈസ് മൈ കസിൻ, ഷീ ഈസ് മൈ കസിൻ. പെർഫെക്റ്റ്. അടുത്തത്, ഞാൻ നിന്നോട് യോജിക്കുന്നു എന്ന് പറയാൻ ഐ ആം എഗ്രീയിങ് വിത്ത് യു എന്ന് പറയാറുണ്ടോ? അയ്യോ, എപ്പോഴും പറയാറുണ്ട്. അതും തെറ്റാണോ? അതെ, എഗ്രി എന്നത് ഒരവസ്ഥയാണ്. അതൊരു പ്രവൃത്തിയല്ല, ആക്ഷൻ. ഐ എഗ്രി വിത്ത് യു എന്ന് മതി. ഓക്കെ, ഐ എഗ്രി വിത്ത് യു. ഐ എഗ്രി വിത്ത് യു. ഐ എഗ്രി വിത്ത് യു. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയരുത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയേണ്ടത്. ആഹാ, അതും ing പാടില്ലാത്ത വാക്കാണല്ലേ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവസാനമായി ഒന്നുകൂടി, ചർച്ച ചെയ്യാം എന്ന് പറയാൻ ഡിസ്കസ് എബൌട്ട് എന്ന് പറയണ്ട. ഡിസ്കസ് മാത്രം മതി, എബൌട്ട് വേണ്ട. ഡിസ്കസ് എന്ന വാക്കിൽ തന്നെ എബൌട്ട്, അതായത് ഒരു കാര്യത്തെക്കുറിച്ച് എന്ന അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ വീണ്ടും എബൌട്ട് ചേർത്താൽ അത് ഇരട്ടിപ്പായി പോകും. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് എന്ന് മതി. ഡിസ്കസ് എബൌട്ട് എന്ന് പറയണ്ട. ഓ, അത് നല്ലൊരു അറിവാണ്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ പിന്നെ എബൌട്ട് കൂടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലായി. ഞാൻ എപ്പോഴും ഡിസ്കസ് അബൌട്ട് പൊളിറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട്. അത് മാറ്റണം. ലെറ്റ്സ് ഡിസ്കസ് പൊളിറ്റിക്സ്. എബൌട്ട് വേണ്ട. ലെറ്റ്സ് ഡിസ്കസ് പൊളിറ്റിക്സ്. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. പെർഫെക്റ്റ്. തെറ്റുകൾ തിരുത്തി. ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചാലോ? എനിക്കൊരാളോട് നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ വേർ യു ആർ ഗോയിങ് എന്നാണ് വരുന്നത്. അത് ശരിയാണോ? മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്ന അതേ ഓർഡറിൽ ഇംഗ്ലീഷ് ആക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും ആർ, ഈസ്, ഡു തുടങ്ങിയ വാക്കുകൾ യു, ഹി, ഷീക്ക് മുൻപേ വരണം. അതുകൊണ്ട് വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കണം. ഓ, അപ്പോ ആർ ആദ്യം വരണം. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്?
വേർ ആർ യു ഗോയിങ്? ഇനി നീ എന്തിനാണ് വൈകിയത് എന്ന് ചോദിക്കണം. വൈ യു ആർ ലേറ്റ് എന്ന് പറയരുത്. പിന്നെ എങ്ങനെ ചോദിക്കും? നിയമം വെച്ച് നോക്കുമ്പോ ആദ്യം വരണം. അപ്പോ വൈ ആർ യു ലേറ്റ്? എക്സലന്റ്. ഇനി എപ്പോൾ വെച്ച് ചോദിക്കാം. നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് ചോദിക്കാൻ വെൻ വി സ്റ്റാർട്ട് എന്ന് പറയരുത്. അവിടെ ഒരു ഡു എന്ന വാക്ക് സഹായത്തിന് വിളിക്കണം. വെൻ ഡു വി സ്റ്റാർട്ട്? വെൻ ഡു വി സ്റ്റാർട്ട്? വെൻ ഡു വി സ്റ്റാർട്ട്? വെൻ ഡു വി സ്റ്റാർട്ട്? ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിനക്ക് ചായ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ യു ലൈക്ക് ടീ എന്ന് ചോദിച്ചാൽ മതിയോ? സിനിമയിലൊക്കെ അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സിനിമയിലൊക്കെ സംഭാഷണത്തിൽ അങ്ങനെ വരാം. പക്ഷേ ശരിയായ ഇംഗ്ലീഷ് ഡു യു ലൈക്ക് ടീ എന്നാണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഡു വെച്ച് തുടങ്ങുന്നത് നല്ല ശീലമാണ്. ഡു യു ലൈക്ക് ടീ? ഡു യു ലൈക്ക് ടീ? അപ്പോ അവൾക്ക് ചായ ഇഷ്ടമാണോ എന്നാണെങ്കിലോ ഡു ഷീ ലൈക്ക് ടീ എന്ന് വരുമോ? അല്ല, അവിടെയാണ് ട്വിസ്റ്റ്. അവൾ ഷീ, അവൻ ഹി, അത് ഇറ്റ് ഒക്കെ വരുമ്പോൾ ഡു മാറിയിട്ട് ഡസ് ആകും. ഡസ് ഷീ ലൈക്ക് ടീ? ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹി, ഷീ അല്ലെങ്കിൽ ഇറ്റ് വന്നാൽ ഡസ് വേണം. മനസ്സിലായി. ഡസ് ഷീ ലൈക്ക് ടീ? ഡസ് ഷീ ലൈക്ക് ടീ? ഡസ് ഷീ ലൈക്ക് ടീ? ഇനി നമുക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകാം. നമ്മളൊരു അസുഖം വന്ന് ഡോക്ടറെ കാണാൻ പോകുന്നു. നമ്മുടെ അസുഖം വിവരിക്കാൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും. ഉദാഹരണത്തിന്, എനിക്ക് തലവേദനയുണ്ട്. മൈ ഹെഡ് ഇസ് പെയിനിങ് എന്ന് പറയാമോ? പെയിനിങ് എന്ന് പറയുന്നത് ഗ്രാമർ പ്രകാരം തെറ്റല്ലെങ്കിലും അതത്ര നാച്ചുറൽ അല്ല. ശരീരഭാഗങ്ങൾ വേദനിക്കുമ്പോൾ എയ്ക്ക് എന്ന വാക്കാണ് നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത്. ഹെഡ് പ്ലസ് എയ്ക്ക്, ഹെഡ് എയ്ക്ക്. ഐ ഹാവ് എ ഹെഡ് എയ്ക്ക്. ഐ ഹാവ് എ ഹെഡേക്ക്. അപ്പോ വയറുവേദനയാണെങ്കിലോ സ്റ്റൊമക് ഏക്ക്, അങ്ങനെയാണോ? കറക്റ്റ്. ഐ ഹാവ് എ സ്റ്റമക് ഏക്ക്. ഇനി പനിയാണെങ്കിൽ ഐ ഹാവ് എ ഫീവർ എന്ന് പറയാം. ജലദോഷമാണെങ്കിൽ ഐ ഹാവ് എ കോൾഡ്. ഐ ഹാവ് എ ഫീവർ. ഐ ഹാവ് എ കോൾഡ്. ഓക്കെ സർ. ഇനി എനിക്ക് ഇന്നലെ മുതൽ പനിയുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തു ചെയ്യും? ഐ ഹാവ് ഫീവർ ഫ്രം യെസ്റ്റർഡേ എന്നാണോ പറയേണ്ടത്? ഫ്രം യെസ്റ്റർഡേ തെറ്റല്ല, പക്ഷെ കൃത്യമായ ഇംഗ്ലീഷ് സിൻസ് യെസ്റ്റർഡേ എന്നാണ്. ഇന്നലെ തുടങ്ങി ഇപ്പോഴും പനിയുണ്ടല്ലോ, അതുകൊണ്ട് സിൻസ് യെസ്റ്റർഡേ എന്നും ഹാവ് എന്നതിനേക്കാൾ ഹാവ് ഹാഡ് എന്നും പറയുന്നതാണ് കറക്റ്റ്. ഐ ഹാവ് ഹാഡ് എ ഫീവർ സിൻസ് യെസ്റ്റർഡേ. അയ്യോ, അത് കുറച്ച് പാടാണല്ലോ. ഒന്ന് പതുക്കെ പറഞ്ഞു തരാമോ? തീർച്ചയായും. ഹാവ് ഹാഡ് എന്ന് വെച്ചാൽ കുറച്ചു നേരമായിട്ടുണ്ട് എന്ന് കാണിക്കാനാണ്. ഐ ഹാവ് ഹാഡ് എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. എ ഫീവർ പനി. സിൻസ് യെസ്റ്റർഡേ ഇന്നലെ മുതൽ. സ്ലോലി. ഐ ഹാവ് ഹാഡ് എ ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഐ ഹാവ് ഹാഡ് എ ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഐ ഹാവ് ഹാഡ് എ ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഐ ഹാവ് ഹാഡ് എ ഫീവർ സിൻസ് യെസ്റ്റർഡേ. ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാൻ ഐ ആം വെരി ഹാപ്പി എന്ന് പറയാം. വേറെ വല്ല വാക്കുമുണ്ടോ? തീർച്ചയായും. നമ്മൾ എപ്പോഴും ഹാപ്പി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? ഒത്തിരി സന്തോഷമുണ്ടെങ്കിൽ ഐ എം എക്സൈറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ എം ത്രിൽഡ് എന്ന് പറയാം. ത്രിൽഡ് എന്ന് വെച്ചാൽ ത്രിൽ അടിച്ചു നിൽക്കുകയാണ് എന്നർത്ഥം. ഐ എം ത്രിൽഡ്. ഇനി എനിക്ക് ആകെ ക്ഷീണമാണെന്ന് പറയാൻ ഐ എം ടയേർഡ് എന്ന് പറയാം. അതിലും നല്ല വാക്കുണ്ടോ? തീർച്ചയായും. ആകെ തളർന്നുപോയി, ഒട്ടും വയ്യ എന്ന് പറയാൻ ഐ എം എക്സോസ്റ്റഡ്, എക്സോസ്റ്റഡ് എന്ന് പറയാം. ഐ ആം എക്സോസ്റ്റഡ്. ഐ ആം എക്സോസ്റ്റഡ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ പറയും? എനിക്ക് ബോറടിക്കുന്നു. ഐ ആം ബോറിംഗ്. അരുത്, അതൊരു വലിയ അബദ്ധമാണ്. ഐ ആം ബോറിംഗ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബോറനാണ്, എന്നെ സഹിക്കാൻ പാടാണ് എന്നാണ് അർത്ഥം. എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയാൻ ഐ ആം ബോർഡ് എന്ന് പറയണം. ആ ഇഡി അവസാനം വരണം. അയ്യോ, അപ്പൊ ഇത്രയും നാളും ഞാൻ എന്നെ തന്നെ കളിയാക്കുകയായിരുന്നല്ലേ? നന്നായി സാർ അത് പറഞ്ഞു തന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ഐ ആം ബോർഡ് എന്ന് വേണം പറയാൻ. ഐ ആം ബോറിംഗ് എന്ന് പറയരുത്. ഐ ആം ബോർഡ്. സർ, നമുക്ക് ആളുകളെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ഹീ ഈസ് ഗുഡ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. കുറച്ചുകൂടി നല്ല വാക്കുകൾ പറഞ്ഞു തരാമോ? ഉദാഹരണത്തിന്, ഒരാൾ നല്ല ഉയരമുള്ള ആളാണെങ്കിൽ ഹീ ഈസ് വെരി ഹൈ എന്ന് പറയാമോ? ഇല്ല, അത് തെറ്റാണ്. കെട്ടിടങ്ങളെയും മലകളെയൊക്കെയാണ് നമ്മൾ ഹൈ എന്ന് പറയുന്നത്. മനുഷ്യരെപ്പറ്റി പറയുമ്പോൾ ഹീസ് ടോൾ എന്നാണ് പറയേണ്ടത്.
ഹി ഈസ് ടോൾ. ഹീ ഈസ് ടോൾ. അപ്പൊ നല്ല തടിയുള്ള ഒരാളാണെങ്കിലോ ഹീ ഈസ് ഫാറ്റ് എന്ന് പറയാമോ? ഫാറ്റ് എന്ന് പറയുന്നത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. അത് കുറച്ച് അപമര്യാദയായി തോന്നാം. അതിനു പകരം ഹീസ് ചബി എന്ന് പറയാം. ഹി ഈസ് ചബി. ഹീ ഈസ് ചബ്ബി. ഹീ ഈസ് ചബ്ബി. ഇനി ഒരാൾ നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഹി ഹാസ് ബിഗ് ബ്രെയിൻ എന്നാണോ പറയേണ്ടത്? വേണ്ട വേണ്ട, ഹീസ് സ്മാർട്ട് അല്ലെങ്കിൽ ഹീസ് ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ മതി. ഹി ഈസ് സ്മാർട്ട്. ഹി ഈസ് ഇന്റലിജന്റ്. ഇനി ഒരാൾ എപ്പോഴും തമാശ പറയുന്ന ആളാണെങ്കിലോ ഹീസ് ഫണ്ണി എന്ന് പറയാം. ഹീ ഈസ് ഫണ്ണി. ഹീ ഈസ് ഫണ്ണി. ഓക്കെ. ഇനി എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ഹീ ഈസ് ആംഗ്രി മാൻ എന്നാണോ പറയേണ്ടത്? നോ, ഹീസ് ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾ. ഹി ഈസ് ഷോർട്ട് ടെമ്പേർഡ്. ഹീ ഈസ് ഷോർട്ട് ടെമ്പേർഡ്. ഹീ ഈസ് ഷോർട്ട് ടെമ്പേർഡ്. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി പറയാൻ പറ്റിയ വാക്കുകളാണല്ലോ. താങ്ക് യു സർ. ഇനി നമുക്ക് ഫോൺ വിളിക്കുന്ന കാര്യം നോക്കാം. നമ്മൾ ഓഫീസിലൊക്കെ വിളിക്കുമ്പോൾ ഹൂ ആർ യു എന്ന് ചോദിക്കുന്നത് മോശമാണെന്ന് സാര് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ചോദിക്കും? അതെ, അപരിചിതമായ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ ഹൂ ആർ യു എന്ന് ചോദിക്കുന്നത് കുറച്ച് റൂഡാണ്. അതിന് പകരം മേ ഐ ആസ്ക് ഹൂ ഈസ് കോളിംഗ് എന്ന് ചോദിക്കാം. ആരാണ് വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞോട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. മേ ഐ ആസ്ക് ഹൂ ഈസ് കോളിംഗ്. മേ ഐ ആസ്ക് ഹൂ ഈസ് കോളിംഗ്. മേ ഐ ആസ്ക് ഹൂ ഈസ് കോളിംഗ്. ഇനി അപ്പുറത്തുള്ള ആൾക്ക് തോമസിനെയാണ് വേണ്ടത്. പക്ഷേ തോമസ് അവിടെ ഇല്ല. തോമസ് ഈസ് നോട്ട് ഹിയർ എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മോമെന്റ് എന്ന് പറയാം. അയാളെ ഇപ്പോൾ സംഭാഷണത്തിന് ലഭിക്കില്ല, അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ തിരക്കിലാണ് എന്നറിയിക്കാനാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മോമെന്റ്. ഒന്ന് പറഞ്ഞു നോക്കൂ. ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മോമെന്റ്. ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മോമെന്റ്. ഓക്കെ. ഇനി അവൻ വരുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയാമോ എന്ന് ചോദിക്കണം. അതിന് കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക് എന്ന് പറയാം. കോൾ മീ ബാക്ക് എന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കുക. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. കുഡ് യു ആസ്ക് ഹിം ടു കോൾ മീ ബാക്ക്. ഇനി ഫോണിൽ സംസാരിക്കുമ്പോൾ റേഞ്ച് ഇല്ലാതിരിക്കുകയോ ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താലോ ഐ കാൺട്ട് ഹിയർ യു എന്ന് പറയാമോ? ഐ കാൺട്ട് ഹിയർ യു പറയാമെന്ന് തോന്നുന്നു. പറയാം. പക്ഷേ യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ്, നിങ്ങളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ കൃത്യം. യുവർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. അല്ലെങ്കിൽ കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ, കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കാമോ എന്ന് ചോദിക്കാം. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ. ഓക്കെ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. യോർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. യോർ വോയിസ് ഈസ് ബ്രേക്കിംഗ്. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ. കുഡ് യു സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ. വെരി ഗുഡ്. സർ, ഒരാൾ പറയുന്ന കാര്യത്തോട് എനിക്ക് പൂർണ്ണമായും യോജിക്കണം. ഐ അഗ്രി എന്ന് പറയാം. വേറെ വല്ല സ്റ്റൈലൻ വാക്കുണ്ടോ? തീർച്ചയായും. നീ പറഞ്ഞത് 100% ശരിയാണ് എന്ന് പറയാൻ യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് പറയാം. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഓക്കെ. എനിക്കും അങ്ങനെ തോന്നുന്നു എന്ന് പറയാൻ അതിന് ഐ തിങ്ക് സോ ടു. എനിക്കും അങ്ങനെ തോന്നുന്നു. ഐ തിങ്ക് സോ ടു. ഐ തിങ്ക് സോ ടു. ഐ തിങ്ക് സോ ടു. ഇനി എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ലെങ്കിലോ യു ആർ റോങ് എന്ന് മുഖത്ത് നോക്കി പറയാമോ? അത് വേണ്ട. അത് വഴക്കുണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ. നമ്മൾ മാന്യമായി വിയോജിക്കാൻ പഠിക്കണം. ഐ സീ യുവർ പോയിന്റ്, ബട്ട്. നീ പറഞ്ഞത് മനസ്സിലായി, പക്ഷേ എന്ന് പറഞ്ഞു തുടങ്ങാം. ഐ സീ യുവർ പോയിന്റ്. നീ പറഞ്ഞത് മനസ്സിലായി, അല്ലെങ്കിൽ നീ പറഞ്ഞ പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നു, ബട്ട് പക്ഷേ. ഐ സീ യുവർ പോയിന്റ്, ബട്ട്. ഐ സീ യുവർ പോയിന്റ്, ബട്ട്. അത് നല്ലൊരു ടെക്നിക്കാണ്. തല്ലുണ്ടാക്കാതെ കാര്യം പറയാലോ. യെസ്. അല്ലെങ്കിൽ ലളിതമായി ഐ എം അഫ്രെയ്ഡ്, ഐ ഡിസഗ്രി എന്ന് പറയാം. ഐ എം അഫ്രെയ്ഡ് എന്ന് വച്ചാൽ ഇവിടെ പേടിയാണ് എന്നല്ല, ക്ഷമിക്കണം എന്നൊരർത്ഥമാണ് വരുന്നത്.
ഐ എം അഫ്രെയ്ഡ് ഐ ഡിസഗ്രി. വാവ്, ഇത് ഞാൻ ആദ്യമായാണ് സർ കേൾക്കുന്നത്. പ്രാക്ടീസ് ചെയ്യാം. ഐ ആം അഫ്രെയ്ഡ് ഐ ഡിസഗ്രി. ഐ ആം അഫ്രെയ്ഡ് ഐ ഡിസഗ്രി. എക്സലന്റ്. സർ, സമയം പറയാൻ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. 10 മണി കഴിഞ്ഞ് 15 മിനിറ്റായി എന്ന് പറയാൻ 10:15 എന്ന് പറയാം. പക്ഷെ ഈ ക്വാർട്ടർ പാസ്റ്റ് എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ, അതെന്താണ്? അതെ, 15 മിനിറ്റിനെ നമ്മൾ ക്വാർട്ടർ അഥവാ കാൽ എന്ന് പറയും. 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ ഇറ്റ്സ് എ ക്വാർട്ടർ പാസ്റ്റ് 10 എന്ന് പറയാം. ഇറ്റ്സ് എ ക്വാർട്ടർ പാസ്റ്റ് 10. ഇറ്റ്സ് എ ക്വാർട്ടർ പാസ്റ്റ് 10. ഇറ്റ്സ് എ ക്വാർട്ടർ പാസ്റ്റ് 10. ഓക്കെ. അപ്പോ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണെങ്കിലോ? 30 മിനിറ്റ് എന്ന് വെച്ചാൽ പകുതി അഥവാ ഹാഫ്. അപ്പോ ഇറ്റ്സ് ഹാഫ് പാസ്റ്റ് 10. ഇറ്റ്സ് ഹാഫ് പാസ്റ്റ് 10. ഇറ്റ്സ് ഹാഫ് പാസ്റ്റ് 10. ഇറ്റ്സ് ഹാഫ് പാസ്റ്റ് 10. ഓക്കെ. ഇനി 11 മണിയാവാൻ 15 മിനിറ്റ് കുറവുണ്ടെങ്കിലോ? 10:45. അതിന് പറയുന്ന ഇംഗ്ലീഷ് ടേം ഒന്ന് പഠിപ്പിക്കാമോ സർ? അവിടെ നമ്മൾ പാസ്റ്റ് എന്നതിനു പകരം ടു എന്നുപയോഗിക്കണം. ഇറ്റ്സ് എ ക്വാർട്ടർ ടു 11. 11 മണിയാവാൻ കാൽഭാഗം ബാക്കി. ഇറ്റ്സ് എ ക്വാർട്ടർ ടു 11. ഇറ്റ്സ് എ ക്വാർട്ടർ ടു 11. ഇറ്റ്സ് എ ക്വാർട്ടർ ടു 11. മനസ്സിലായി. അപ്പോ 12 മണിയാവാൻ 15 മിനിറ്റ് എന്ന് പറയുമ്പോ ഇറ്റ്സ് എ ക്വാർട്ടർ ടു 12. ശരിയല്ലേ? യെസ്, വെരി ഗുഡ്. ഇനി വർഷം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2023 എന്ന് പറയാൻ 2023 എന്ന് പറയാം. പക്ഷെ എളുപ്പത്തിൽ 2023 എന്ന് 2 ഭാഗമായി പറയുന്നതാണ് നല്ലത്. 2023. 1990 എന്ന് പറയാൻ 1990. ഓക്കെ. 1990. 2023. അത് എളുപ്പമാണല്ലോ. താങ്ക് യു സർ. നമ്മൾ അവസാനത്തെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ എങ്ങനെ ഇംഗ്ലീഷിൽ പ്രോത്സാഹിപ്പിക്കാം? വെരി ഗുഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, നമുക്ക് കുറച്ചുകൂടി നല്ല വാക്കുകൾ പഠിക്കാം. തുടരുക, നന്നാവുന്നുണ്ട് എന്ന് പറയാൻ കീപ് ഇറ്റ് അപ്പ് എന്ന് പറയാം. കീപ് ഇറ്റ് അപ്പ്. കീപ് ഇറ്റ് അപ്പ്. അവർ വിചാരിച്ച കാര്യം നടക്കുന്നില്ലെങ്കിൽ വിട്ടുകൊടുക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ഗിവ് അപ്പ് അല്ലെങ്കിൽ ഹാങ് ഇൻ ദേർ എന്ന് പറയാം. ഹാങ് ഇൻ ദേർ എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കൂ, എല്ലാം ശരിയാകും എന്നർത്ഥം. ഹാങ് ഇൻ ദേർ. ഹാങ് ഇൻ ദേർ. ഇനി നിന്നെക്കൊണ്ടത് സാധിക്കും എന്ന് പറയാൻ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയാം. യു ക്യാൻ ഡു ഇറ്റ്. യു ക്യാൻ ഡു ഇറ്റ്. യു ക്യാൻ ഡു ഇറ്റ്. അടിപൊളി. നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ ഐ ആം പ്രൗഡ് ഓഫ് യു. ശരിയല്ലേ സർ? അതെ, കറക്റ്റാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ഇന്ന് നമ്മൾ 10 സെഷനുകളിലായി ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഈ ക്ലാസ് എനിക്ക് തന്ന ആത്മവിശ്വാസം ചെറുതല്ല. എന്റെ സംശയങ്ങളെല്ലാം തീർന്നു. നമ്മുടെ ശ്രോതാക്കൾക്കും ഇന്നത്തെ പോഡ്കാസ്റ്റ് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ഒരു തടസ്സമല്ല. വേണ്ടത് മനസ്സാണ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വെറുതെ കേട്ടിരിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം. യെസ്, തെറ്റുകൾ പറ്റിക്കോട്ടെ, സാരമില്ല. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ലാസുകൾ വേണോ എന്ന് താഴെ കമന്റ്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അതെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഇതിലും മികച്ച വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. Until then, believe in yourself and keep speaking. Bye everyone. See you soon.